എപ്പോഴെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കുഴിയിലേക്കാണ് ചാടാൻ പോകുന്നത്. എനിക്കൊക്കെ കൂട്ടാം ലൈക്ക് നിങ്ങൾ ഓൺ എക്സാമിന്റെ മാർക്ക് ചിലപ്പോൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓൺ എക്സാമിന് ഇപ്പൊ നിങ്ങൾക്ക് അധികം ദിവസങ്ങളൊന്നുമില്ല. ഈ ഓൺ എക്സാം എനിക്ക് തോന്നുന്നു ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ഓഗസ്റ്റ് 20-27 വരെയാണ് എക്സാമിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ തുടങ്ങിയാൽ സംഭവങ്ങൾ പയ്യെ സ്മൂത്തായിട്ട് പോയിട്ടുള്ളൂ. എപ്പോഴെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കുഴിയിലേക്കാണ് ചാടാൻ പോകുന്നത്. എനിക്കൊക്കെ പറയാനുള്ളത്. സോ നിങ്ങളിപ്പോൾ +1 +2 ആണ് ഞാൻ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്ത വീഡിയോസ്. അപ്പം ഞാൻ കൂടുതൽ പറയുന്നത് +1 +2 ടൈം ടേബിൾ അല്ല, അനുസരിച്ച് ഞാൻ ലൈക്ക് +2 വേണ്ടിയുള്ള വീഡിയോ ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഈ ഓൺ എക്സാമിന് നിങ്ങൾ ചെയ്യാൻ പാടാത്ത കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളുണ്ട്. ആൻഡ് എങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യണം, നിങ്ങൾ ഇനി എത്ര ദിവസങ്ങളുണ്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടായി കാണുമല്ലോ. സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, അങ്ങനെ കുറെ സംഭവങ്ങൾ കാണാം. അപ്പൊ നിങ്ങൾ കുറേ ചാപ്റ്റേഴ്സ് ഒറ്റയ്ക്ക് പഠിച്ചവർ കാണും, പഠിക്കാത്തവർ കാണും. നിങ്ങൾ ഇറങ്ങി നിങ്ങൾ ഇത്രയെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ അത്യാവശ്യം പഠിച്ചതൊക്കെ കാണും. ഫിസിക്സിന്റെ ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും സെക്കൻഡ് ആണ്, മാത്സിന്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെ ആണെങ്കിലും, ബയോളജി ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണ്. നിങ്ങളത് വൃത്തിക്കിന്ന് ആ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റർ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്താ പറയുക ലൈക്ക് എപ്പോഴും നിങ്ങൾ അതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കും. അതായത് എപ്പോഴും അറിയാവുന്ന ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്. എനിക്കിപ്പം മാത്സ് ആണെങ്കിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പച്ച വിളമ്പോൾ എനിക്കറിയാം. അറിയാം ഓൺ എക്സാമിന്റെ സമയത്താണ് ഞാനത് എനിക്ക് അറിയാവുന്ന ചാപ്റ്റർ വീണ്ടും പ്രാക്ടീസ് ചെയ്തിരിക്കും. ബട്ട് അത് നമുക്കറിയാത്ത കാര്യങ്ങൾക്ക് കുറച്ച് എന്താ ഒരു ഫേക്ക് പ്രഷർ കൊടുക്കുന്ന പോലെ ആയിപ്പോൾ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റർ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് കിട്ടാൻ വേണ്ടി ആയിട്ട് നിങ്ങൾ ഈ അറിയാവുന്ന ചാപ്റ്ററിന് വീണ്ടും ക്വസ്റ്റ്യൻസ് അതായത് ശരി പഠിച്ച സാധനം വീണ്ടും ചെയ്യുന്നത്. ബട്ട് അത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത് പാരയാവും. ലാസ്റ്റ് നിങ്ങൾ അറിയാവുന്ന ചാപ്റ്റർ ഇപ്പോൾ ഒരെണ്ണേ കാണത്തുള്ളൂ. ആ ഒരെണ്ണത്തിൽ തന്നെ നിങ്ങൾ ഒരു 3 ദിവസമോ 5 ദിവസമോ ഒക്കെ പിടിച്ചിങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സിലബസ് തീരത്തില്ല. അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റർ നിങ്ങൾ വിടുക, അറിയാവുന്ന ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ദിവസം കൊടുക്കുക. അറിയാത്ത ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പയ്യെ മെന്റലി എന്താണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്തെടുക്കുക. ഓൺ എക്സാമിന് ടൈം ടേബിൾ നോക്കുക. വന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങൾക്ക് ഓൺ എക്സാമിന് വന്നിട്ടുണ്ടായിരിക്കണം. ഒരാഴ്ചക്ക് മുമ്പൊക്കെ ടൈം ടേബിളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കുക, പഠിച്ചു വെക്കുക. ആൻഡ് മാത്സിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് തീർത്തിട്ടുണ്ട്, അത്രയും ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഈ സ്കൂളിൽ പോയിട്ടുണ്ടോ, ഉഴപ്പിയോ, ഇതൊന്നും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നിങ്ങൾ എന്തുമാത്രം നിങ്ങൾ ആ സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഈ മാസം വരെ ഈ ദിവസം വരെ നിങ്ങൾ എന്തോരം കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. പഠിക്കാത്ത കാര്യങ്ങളൊക്കെ പഠിക്കുക. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ ഒരാഴ്ചക്ക് മുമ്പെങ്കിലും പരീക്ഷയുടെ ഒരാഴ്ചക്ക് മുമ്പെങ്കിലും നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ പഠിച്ച് തീർത്ത് അതൊന്ന് റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ. ഓക്കെ, എനിക്ക് തന്നെ പറയാനുള്ളത്. പിന്നെ ഇംഗ്ലീഷ് ഹിന്ദിയോ നിങ്ങൾ ഇപ്പോൾ ഒത്തിരി ഇതായിട്ട് കൊടുക്കരുത്. ലൈക്ക് അത് നിങ്ങൾ ഓൺ എക്സാം ആകുമ്പോൾ അത് കുഴപ്പമില്ല. ഇംഗ്ലീഷ് നിങ്ങൾ പിന്നെയും കൊടുത്തു. പക്ഷെ ഹിന്ദി അങ്ങനെ നിങ്ങൾ ഒത്തിരി പ്രഷർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ ഓൺ എക്സാം അത്ര ഞാൻ മൈൻഡ് ചെയ്യാൻ പറയത്തില്ല. കാരണം അത് നിങ്ങളോടത്തോളം ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞോളൂ, അത് കോഴ്സ് കുറച്ച് കിട്ടുക. അതിപ്പോൾ വലിയ പരീക്ഷയുടെ തലേദിവസമോ അതുപോലെ മാരത്തോണോ അല്ല യൂട്യൂബ് ലൈവ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും ബെറ്റർ. ഞാൻ പറയും ബെറ്റർ ഓപ്ഷൻ ഈസ് ഓൾവേസ് അതായിരിക്കും. അല്ല ഹിന്ദിയും ഇംഗ്ലീഷും നിങ്ങൾ ഓൺ എക്സാമിന് നിങ്ങൾ ഇത്ര ഇതായിട്ട് നോക്കേണ്ട കാര്യമില്ല. പറ്റുന്നതിന് നോക്കുക. ബട്ട് നിങ്ങൾ മെയിൻ സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, നിങ്ങൾ ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്, ഇതിലേതാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് വൃത്തിക്ക് നിങ്ങൾ പഠിച്ചു വെക്കണം, കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. എങ്കിലും നിങ്ങൾ ബാക്കിയുള്ള ലാംഗ്വേജ് സബ്ജക്റ്റിലേക്ക് പോകും. ആൻഡ് മാത്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, മൂന്നാമത്തെ ഇത്ര ഉള്ളൂ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ലാസ്റ്റ് വരത്തുള്ളൂ. പ്രയോറിറ്റി അനുസരിച്ചാണെങ്കിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി വരെ നിങ്ങൾ ഫസ്റ്റ് വരെ പഠിച്ചു തീർക്കുക. പിന്നെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് പഠിച്ചു തീർക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ലാസ്റ്റ് പഠിക്കേണ്ടത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. ആ ഇൻവേഴ്സ് ട്രിഗണോമെട്രി നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ പോയാലുള്ള ഒരു
വള്ളി എനിക്ക് തോന്നുന്നത് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് അത് നിങ്ങൾ ഒരിക്കലും ഇൻവേഴ്സ് ട്രിഗണോമെട്രി പോലത്തെ ചാപ്റ്റേഴ്സ് ഒരിക്കലും ലാസ്റ്റിലേക്ക് മാറ്റി വെക്കരുത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണെങ്കിലും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും പിന്നെ കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിലിറ്റി അറിയാലോ. അത്യാവശ്യം കാൽക്കുലസ് തുടങ്ങുന്ന ഒരു ബേസ് തുടങ്ങുന്ന ഒരു സാധനമാണ്. ആൻഡ് കാൽക്കുലസ് നിങ്ങൾ തുടങ്ങുന്നതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ആദ്യമേ പഠിച്ചു പോവുക. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണെങ്കിലും അത് ആദ്യമേ പഠിച്ചു പോവുക. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണെങ്കിലും ഓക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മൾട്ടിപ്ലിസിറ്റി ആൻഡ് ഡിറ്റർമിനൻസ് ആണെങ്കിൽ നമ്മൾ എപ്പോൾ തുടങ്ങിയാലും ലൈക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ സാധനം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിലിറ്റി ഒന്നും അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. അതുപോലെ നിങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ഒരു ടിപ്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഓൺ എക്സാം ഒരു വെറുതെ ആണ് നടത്തുന്നത്. ലൈക്ക് വെറുതെ ഇതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ മാർക്ക് ലിസ്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. സ്കൂൾ ജസ്റ്റ് എടുത്ത ഒരു പി ടി എ പറ്റി നിങ്ങൾ അത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ അതായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ലൈക്ക് നിങ്ങൾക്കതൊരു ഈ ഓൺ എക്സാം ആണെങ്കിലും ക്രിസ്മസ് എക്സാം ആണെങ്കിലും മോഡൽ എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമുള്ളൂ സിലബസ് കംപ്ലീഷൻ. നിങ്ങൾ എന്തുമാത്രം സിലബസ് കംപ്ലീഷൻ എത്രമാത്രം സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അതാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ നോക്കേണ്ടത്. ഒരിക്കലും എക്സാം വൈസ് അല്ല നിങ്ങൾ നോക്കണ്ടേ. അതായത് നിങ്ങൾ ഇപ്പം ഇതിന്റെ ഓൺ എക്സാമിന്റെ മാർക്കുള്ളൂ നിങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യരുത്. പഠിച്ചാലും മാർക്ക് കൂട്ടാം. ലൈക്ക് നിങ്ങൾ ഓൺ എക്സാമിന്റെ മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും കുറവായിരിക്കും. അതാണ് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഒരു പഠിക്കുന്ന രീതി അതുപോലെ തന്നെ കൊണ്ടുപോവുക. അതിപ്പോ ഇനി പഠിക്കുന്നത് കുറവാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുക. അല്ലെ ഒരുപാട് കൂടുതലാണ് ഒരുപാട് സ്ട്രെസ് അടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് മീഡിയം ആയിട്ട് പോവുക. ഓക്കെ ഒരിക്കലും ഇതുമാതിരി ഇങ്ങനെ ഒരു പ്രാന്തര കണക്കരുത്. ഓൺ എക്സാം മാർക്ക് കിട്ടുമോ ഇല്ലയോ അങ്ങനൊന്നും പോകരുത്. നിങ്ങൾ എന്തുമാത്രം നോക്കണം വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാം ആവുമ്പോഴേക്ക് ഈ ഓൺ എക്സാമിന്റെ പോർഷൻസ് വരും. അപ്പൊ നിങ്ങൾക്ക് ഈ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാതെ വരുമ്പോൾ പ്രശ്നത്തിന് കുറച്ചുകൂടെ ബേർഡൻ ആവും. ഒരു ഓൺ എക്സാം ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം പറയുന്നത് അത്യാവശ്യം ബേർഡൻ ആയിട്ട് തോന്നും. ക്രിസ്മസ് എക്സാം ഒക്കെ ആകുമ്പോൾ കുറച്ച് ബേർഡൻ ആയിട്ട് തോന്നും. 10-15 ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞ സിലബസ് കംപ്ലീഷൻ ആയിട്ട് നിങ്ങൾ നോക്കും. ഒരിക്കലും ഓൺ എക്സാം പഠിക്കാൻ ഉപരി നിങ്ങൾ സിലബസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് എന്തെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യും. ആ ഒരു രീതി നിങ്ങൾ ആക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് വെച്ചാൽ ഓൺ എക്സാമിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ ഭയങ്കരമായിട്ട് പഠിച്ചു. പിന്നെ നിങ്ങൾ ആ ചാപ്റ്റർ തിരിഞ്ഞ് നോക്കത്തില്ല. നമുക്ക് അറിയാമല്ലോ എന്നുള്ളൊരു ഇത് വെച്ച്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓൺ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ വീണ്ടും അതിലൊരു പ്രോ ആയിക്കൊണ്ടിരിക്കണം. മനസ്സിലായി? അതിനുള്ളിൽ നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കണം ആ ചാപ്റ്റർ. ഓക്കെ അത് മനസ്സിലായി ഞാൻ വിചാരിക്കണം. അപ്പൊ നിങ്ങൾ എന്താണ് ഈ 5 ചാപ്റ്റർ മാത്സിന്റെ ആണെങ്കിലും കെമിസ്ട്രി അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രി സൊല്യൂഷൻസ് ഇതൊക്കെ അത്യാവശ്യം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. DNF വരെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കെമിക്കൽ കൈനറ്റിക്സ് DNF ഇതൊന്നും അധികം എനിക്ക് തോന്നുന്നു DNF ആണെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്റർ ആയിരുന്നു DNF. കെമിക്കൽ കൈനറ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കെമിക്കൽ കൈനറ്റിക്സും സൊല്യൂഷൻസും ഇഷ്ടമായിരുന്നു. ഇലക്ട്രോ കെമിസ്ട്രി കുറച്ച് പണിയായിരുന്നു. എനിക്ക് എന്നാലും പഠിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ അതൊക്കെ നോക്കാം. അതൊക്കെ നിങ്ങൾ കുറേയൊക്കെ NCERT ഓറിയന്റഡ് തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ NCERT ഓറിയന്റഡ് ആയിട്ടും അതിനകത്ത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇത് മൊത്തം ഫിസിക്കൽ കെമിസ്ട്രീസ് ആണ്. ഇലക്ട്രോ കെമിസ്ട്രി സൊല്യൂഷൻസ് പിന്നെ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് ഒക്കെ എന്താണ് ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ന്യൂമറിക്കൽസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഈ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും തിയറി ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ NCERT-യിലെ എക്സസൈസ് ചെയ്യാൻ പറയത്തില്ല. ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻസും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ NCERT ഓറിയന്റഡ് പഠിക്കാനും പറ്റും. കുറച്ച് തിയറി ഒക്കെ വായിച്ചോണ്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമുക്ക് ഒഫീഷ്യലായിട്ട് എക്സാം നടത്തത്തില്ല. പക്ഷെ എന്നാലും ഈ ഡയറക്റ്റീവായിട്ട് ഈ ആലപ്പുഴയിലും ഡയറക്റ്റ് ആലപ്പുഴ ജില്ലക്കൊക്കെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. മലപ്പുറംകാർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ആയിരിക്കും. എനിക്കങ്ങനെ ആയെന്ന് തോന്നുന്നു. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരുന്നു. ആലപ്പുഴക്കാർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം. എല്ലാവർക്കും ഒരു കോമൺ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ നന്നായി പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സിലബസ് കംപ്ലീഷൻ നമുക്ക് എക്സാമിന്റെ മാർക്കല്ല ഓൺ എക്സാമിന്റെ മാർക്കല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് നിങ്ങൾ എന്തുമാത്രം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു ഒരു ബൂസ്റ്റ് ചെയ്യാൻ നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഓൺ എക്സാമിനെ കാണാം. ഒരുപാട് സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ പഠിക്കാനുള്ള അത്രയും സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ മാത്സിന്റെ ചാപ്റ്റേഴ്സ് ഒരിക്കലും നിങ്ങൾ പ്രയോറിറ്റി ചെയ്ത് പഠിക്കുക എപ്പോഴും. പിന്നെ ഫിസിക്സിന്റെ അടുത്താണെങ്കിൽ മാഗ്നറ്റിക്സ് അതിനകത്ത് അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളാത്തൊരു ചാപ്റ്ററാണ്. ഞാൻ പഠിക്കാതെ പോയൊരു ചാപ്റ്ററാണ്. പക്ഷെ അതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ട് തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ ലാസ്റ്റിലേക്ക് പഠിച്ചുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പണി കിട്ടിയത്.
ലാസ്റ്റിലേക്ക് ഒരിക്കലും നിങ്ങൾ തലേദിവസം ഒരു ചാപ്റ്റർ പുതിയതായിട്ട് പഠിക്കരുത്. ഒരിക്കലും അത് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും തലേദിവസം ഇരുന്ന് ഓൺ എക്സാമിന്റെ സമയത്തൊന്നും പഠിക്കരുത്. കാരണം തലേ കയറില്ല. അത് പഠിച്ച കാര്യങ്ങൾ മാത്രം പഠിക്കുക, ചെയ്യുക, അറ്റൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അറിയത്തില്ല അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാനല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു പോകും, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഗൈസ്, ഇത്രയുള്ള വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഏത് കണ്ടന്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.